ജില്ലയിലെ ജനസമ്പർക്ക പരിപാടി നടന്നത് 2011 ഡിസംബർ 22-നാണ്. വിവിധ വിഭാഗങ്ങളിൽ 2 കോടിയിലേറെ രൂപ ദുരിതാശ്വാസമായി വിതരണം ചെയ്തു. എന്നാൽ പന്തൽ, സ്റ്റേജ് എന്നിവയുടെ നിർമ്മാണത്തിനായി മാത്രം ചെലവ് 46 ലക്ഷത്തിലേറെ രൂപ. പ്രിന്റിംഗ്, ഭക്ഷണം എന്നിവയ്ക്ക് 7,40,000 രൂപ. മൊത്തം ചെലവ് 53 ലക്ഷം കവിഞ്ഞു. എറണാകുളം ജില്ലയ്ക്കാണ് ചെലവിനത്തിൽ 2ാം സ്ഥാനം. പന്തൽ നിർമ്മാണത്തിന് 35,97,000 രൂപയും ഭക്ഷണത്തിന് 4 ലക്ഷവും ചെലവായി. കണ്ണൂരിൽ 40 ലക്ഷവും, കോട്ടയത്ത് 32 ലക്ഷവും, കോഴിക്കോട് 23 ലക്ഷവും, ഇടുക്കിയിൽ 21 ലക്ഷവും ചെലവാക്കി. നമസ്കാരം. ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ 158 കോടി രൂപ ചെലവായി എന്നും പറഞ്ഞ ന്യായീകരണം കൊണ്ടാണ് 2ാം സർക്കാരിന്റെ ആഘോഷ ചടങ്ങുകൾക്ക് 100 കോടി രൂപ ബഡ്ജറ്റ് കണക്കാക്കിയതിൽ ന്യായീകരണമായിട്ട് CPM അനുഭാവികൾ, സൈബർ കമ്മികൾ ഇറങ്ങിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയും പിണറായി വിജയന്റെ തൂർത്തടി പരിപാടിയും തമ്മിലാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. അതായത് 140 നിയോജക മണ്ഡലങ്ങളിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജനസമ്പർക്ക പരിപാടിയുടെ ചില കണക്കുകളും കൊണ്ടാണ് ഇപ്പോൾ സൈബർ കമ്മികളുടെ ഒരു ഉഡായിപ്പ്. ഇന്ത്യ വിഷൻ ചാനൽ, അതായത് നിന്നുപോയ ഇന്ത്യ വിഷൻ ചാനലിൽ പണ്ട് വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവര് ഇതും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതായത് ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ 158 കോടി രൂപ ചിലവ്. പിണറായി വിജയൻ നടത്തുന്ന പരിപാടിക്ക് 100 കോടിയല്ലേ ചിലവുള്ളൂ. 58 ലക്ഷം രൂപ കുറവാണല്ലോ ഉമ്മൻചാണ്ടി നടത്തിയതിനെക്കാട്ടിലും. ഉളുപ്പുണ്ടോ കമ്മി വർഗമേ നിങ്ങൾക്ക്? ഇതാണ് ചോദിക്കുവാനുള്ളത്. ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തൊലിക്ക് അല്പം കട്ടി കൂടുതൽ വേണം. മാന്യന്മാരായ ആളുകളുടെ തൊലിക്ക് കട്ടി കൂടുതലില്ല. അതേസമയം ഇടതുപക്ഷക്കാർക്കും അടിമക്കമ്മികളുടെയും തൊലിക്ക് നല്ല കട്ടിയായിരിക്കും. കാരണം ഉളുപ്പില്ലാതെ ഇങ്ങനെ ന്യായീകരിക്കാൻ അവർക്കല്ലേ സാധിക്കത്തുള്ളൂ. അങ്ങനെ അവരുടെ തൊലിക്ക് നല്ല കട്ടി തന്നെയാണ്. ഉമ്മൻചാണ്ടി നടത്തിയത് ജനസമ്പർക്ക പരിപാടിയാണ്. പിണറായി വിജയൻ നടത്തുന്നത് ആഘോഷ പരിപാടിയാണ്, ആഡംബര പരിപാടിയാണ്. ഇനി അടുത്തൊരു സർക്കാർ വന്നു കഴിഞ്ഞാൽ, ഇടതുപക്ഷമല്ലാത്തൊരു സർക്കാർ ഇനി ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ 10 പൈസ പോലും അവിടെ കാണരുത്, ചെല്ലിക്കാശ് പോലും മിച്ചം വരരുത്. ആ ഒരൊറ്റ ചിന്താഗതിയിലാണ് പിണറായി വിജയൻ ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ നടത്തുന്നത്. കോടികളാണ് ജനങ്ങളുടെ ചോര ഊറ്റി ഉണ്ടാക്കിയ കോടികളാണ് ചെലവഴിക്കുന്നത്. പിണറായി വിജയന്റെ ഫുൾ ഫിഗറും പിണറായി വിജയൻ ചിരിക്കുന്ന ഫോട്ടോയും മാത്രം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരത്തി ഫ്ലെക്സ് അടിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട് ചെലവ് 15 കോടി രൂപ. ഫ്ലെക്സ് ബോർഡിന് വേണ്ടി മാത്രം പിണറായി വിജയന്റെ ഫുൾ ഫിഗറും പിണറായി വിജയന്റെ ഹാഫ് ഫിഗറും വെക്കുന്നതിന് വേണ്ടി 15 കോടി രൂപയാണ് വകയിരുത്തിയേക്കുന്നത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഉമ്മൻചാണ്ടി നടത്തിയത് ജനസമ്പർക്കമാണ്. ജനങ്ങളോട് നേരിട്ട് ആശയവിനിമയം നടത്തുന്നതിനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് അറിയുന്നതിനും വേണ്ടിയിട്ടാണ് ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടികൾ നടത്തിയത്. ലക്ഷക്കണക്കിന് ആളുകളുടെ പരാതികൾക്ക് പരിഹാരമുണ്ടായി. ലക്ഷക്കണക്കാന് ആളുകളുടെ സങ്കടങ്ങൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക് അവിടെ വെച്ച് തന്നെ പരിഹാരം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനു മുമ്പ് നവകേരള യാത്ര നടത്തി. അത് ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടിക്ക് അല്ലെങ്കിൽ ആ പരിപാടിയെ പോലൊരു പ്രോഗ്രാമാണ് ഇവര് സെറ്റ് ചെയ്തത്. പക്ഷെങ്കിൽ കോടികൾ ചെലവഴിച്ച് ഇവര് കുറെ ദൂർത്ത് യാത്ര നടത്തിയതല്ലാണ്ട് ഒരു ഗുണവും കേരളത്തിൽ ആർക്കും കിട്ടിയിട്ടില്ല. കുറെ അടിമ കമ്മികൾക്ക് മാത്രം കുറച്ച് കാര്യങ്ങൾ കിട്ടി എന്ന് അവർ അവകാശവാദം ഉന്നയിക്കുന്നതല്ലാണ്ട് ആർക്കും യാതൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നഗ്നമായ സത്യം. നവകേരള സദസ്സ് നടത്തുന്നതിന് വേണ്ടിയിട്ട് അന്ന് ഫ്ലെക്സ് ബോർഡ് അടിക്കുന്നതിന് വേണ്ടിയിട്ട് 2,86,00,000 രൂപയായിരുന്നു നവകേരള യാത്രയുടെ ഫ്ലെക്സ് ബോർഡുകൾക്ക് വേണ്ടി മാത്രം പിണറായി വിജയൻ അന്ന് ചെലവാക്കിയിരുന്നത്. സർക്കാരിന്റെ കണക്കാണിത്. കൊച്ചിൻ കലാഭവനെ കൊണ്ട് ഒരു കലാജാഥ നടത്തിച്ചു. അതിനുവേണ്ടി മാത്രം 45 ലക്ഷം രൂപയോളം ചെലവ് വന്നിട്ടുണ്ട്. സർക്കാരിന്റെ കയ്യിൽ നിന്ന് PRD നൽകിയ തുകയുടെ കണക്കാണിത്. അതായത് നവകേരള യാത്ര നടത്തുന്നതിന്റെ ഭാഗമായി പരസ്യത്തിനായിട്ട് ഈ യാത്രയുടെ മുന്നോടിയായി നടത്തിയ കലാജാഥയ്ക്ക് PRD നൽകിയത് 45 ലക്ഷം രൂപയാണ് കൊച്ചിൻ കലാഭവന് നൽകിയ തുക. അതുപോലെ തന്നെ
സദസ്സിന് ആളുകളെ ക്ഷണിക്കുവാനും പോസ്റ്റർ അടിക്കുവാനും വേണ്ടി മാത്രമുള്ള ചിലവ് 9,16,00,000. നവകേരള യാത്രയ്ക്ക് മുന്നോടിയായിട്ട് പോസ്റ്റർ അടിക്കുന്നതിന് വേണ്ടിയിട്ടും ആളുകളെ നേരിട്ട് മുഖ്യമന്ത്രിയുടെ ക്ഷണക്കത്ത് അയച്ചു നൽകുന്നതിന് വേണ്ടിയിട്ട് ചെലവായ തുകയുടെ കണക്കാണ് ഈ പറയുന്നത്. അതായത് 2,86,00,000 രൂപയായിരുന്നു. അതായത് 9,16,00,000 രൂപയാണ് ആളുകളെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടും പോസ്റ്റർ അടിക്കുന്നതിന് വേണ്ടിയിട്ടും ചെലവായ തുക. അത് മാത്രമല്ല, നവകേരള യാത്ര നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ബസ്, നവകേരള ബസ്, ഈ ബസ്സിന് വേണ്ടിയിട്ട് 1,05,00,000 രൂപയാണ് സർക്കാർ മുടക്കിയത്. അതായത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പരിവാരങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലിഫ്റ്റ് ഉള്ള ഒരു ബസ്, ആ ബസ്സിന് ചെലവാണ് 1,05,00,000 രൂപ. 1,05,00,000 രൂപയുടെ ബസ് ഇറക്കുന്നതിന് ഒരു ന്യായീകരണം എന്ന നിലയ്ക്ക് മുൻമന്ത്രി ആന്റണി രാജു പറഞ്ഞത് 21 മന്ത്രിമാർക്കും യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 21 കാറുകളും 21 പൈലറ്റ് വാഹനങ്ങളും 21 എസ്കോർട്ട് വാഹനങ്ങളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 1.5 മാസത്തോളം യാത്ര ചെയ്താൽ എത്ര കോടി രൂപ ചെലവാകും? ആ തുക കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1 കോടി രൂപയുടെ ഒരു ബസ് ഇറക്കിയതെന്നാണ് ആന്റണി രാജു പറഞ്ഞത്. പക്ഷെങ്കിൽ ഇതിന് ശേഷം നടന്ന കാര്യം കണ്ട് കേരളം ഞെട്ടിത്തെറിച്ചുപോയി. 1,05,00,000 രൂപയുടെ ബസ് മുന്നിൽ പോകുന്നു, അതിന് തൊട്ട് പിറകിലായിട്ട് വരിയായി 21 കാറുകൾ, 21 പൈലറ്റ് വാഹനങ്ങൾ, 21 എസ്കോർട്ട് വാഹനങ്ങൾ. ഇത് കൂടാതെ സർക്കാരിന്റെ മറ്റു വകുപ്പുകളുടെ വാഹനങ്ങൾ വേറെ 100-ലധികം വാഹനങ്ങളാണ് 1.5 മാസക്കാലം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സർക്കാർ ചെലവിൽ ജനങ്ങളുടെ പോക്കറ്റിലെ കാശ് പിഴിഞ്ഞെടുത്ത ചെലവിൽ യാത്ര ചെയ്തത്. ഇതിന് നിന്നിട്ട് ഇത്രയും വാഹനങ്ങളുടെ യാത്ര ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബസ് ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെയും നാട്ടുകാരുടെ കോടിക്കണക്കിന് രൂപ കട്ടുമൂട്ടിച്ചു. 21 കാറ്, 21 പൈലറ്റ് വാഹനങ്ങൾ, 21 എസ്കോർട്ട് വാഹനങ്ങൾ, അങ്ങനെ 63 വാഹനങ്ങൾ ഒഴിവാക്കും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ജാഥയിൽ ഈ ബസ് ഉൾപ്പെടെ 100-ലധികം സർക്കാർ വാഹനങ്ങളാണ് യാത്ര ചെയ്തത്. എന്നിട്ടാണ് ഇത്രയൊക്കെ ചെയ്ത ആളുകളാണ് ഇപ്പോൾ വന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ 158 കോടി രൂപ ചെലവുണ്ട് എന്ന് പറയുന്നത്. യാതൊരു ഉളുപ്പുമില്ലാതെ പിണറായി വിജയന്റെ ഈ ആഘോഷ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കുന്നത് 100 കോടി രൂപയാണ്. 15 കോടി രൂപയാണ് പിണറായി വിജയന്റെ ഈ ഫ്ലെക്സ് ബോർഡുകൾ നിറയുന്നതിന് വേണ്ടിയിട്ട് ചെലവാക്കുന്നത്. യാതൊരു ഉളുപ്പുമില്ലാതാണ് ഇത് പറയുന്നത്. ഇതിനെയൊക്കെ താങ്ങി നടക്കാനും കുറെ ആളുകൾ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേനാണ് പരമ പുച്ഛം തോന്നിപ്പോകുന്നത്. ഈ 100 കോടി രൂപ പിണറായി വിജയൻ ചെലവാക്കുന്നത് ഏത് സമയത്താണ്? അങ്ങ് സെക്രട്ടേറിയറ്റിന്റെ വാതുക്കൽ ആശമാർ കിടക്കുന്നു. നമ്മുടെയൊക്കെ നാടുകളിലെ അമ്മമാർ അവിടെ സമരം ചെയ്യുന്നു, പട്ടിണി സമരങ്ങൾ ചെയ്യുന്നു, മുടി മുറിച്ചുകൊണ്ട് സമരം ചെയ്യുന്നു, ശയന പ്രദക്ഷിണങ്ങൾ ചെയ്തുകൊണ്ട് സമരം ചെയ്യുന്നു. അവർ ചോദിക്കുന്നത് വെറും 200 രൂപ ദിവസം കൂട്ടി തന്നാൽ മതിയല്ലോ, ഞങ്ങൾക്ക് വെറും 200 അല്ല 250 രൂപ കൂട്ടി തന്നാൽ മതിയല്ലോ എന്നാ ചോദിക്കുന്നത്. അതിനെ അവര് മൈൻഡ് പോലും ചെയ്യാതെ ആ കിടക്കുന്ന അമ്മമാർക്ക് പുല്ല് വില കൊടുത്തുകൊണ്ടാണ് ഇപ്പൊ ഇവർ ഈ കാട്ടിക്കൂട്ടുന്നത്. 100 കോടി രൂപ ചെലവിട്ട് ഇവരുടെ ആഘോഷ തിമിർപ്പ് നടത്താൻ ഇവർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ CPO റാങ്ക് ഹോൾഡേഴ്സ്, അവർ പഠിച്ച് റാങ്കിലിടം നേടിയവരാണ്. അവർക്ക് പുല്ല് വില പോലും കൽപ്പിക്കാതെ അവരെയും പുറന്തള്ളുകയാണ്. അങ്ങനെ കേരളത്തിലെ ശമ്പളം കിട്ടാത്ത ഒരു വലിയ സമൂഹം നിലനിൽക്കെ ആശമാർ ശമ്പളം കിട്ടാതെ കഷ്ടപ്പെടുന്നു. പെൻഷൻ കിട്ടാതെ മാസങ്ങളായി പെൻഷൻ കിട്ടാതെ ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ബുദ്ധിമുട്ടുന്നു. സ്കൂളുകളിലും മറ്റും ഉച്ചക്കഞ്ഞി വെച്ചു കൊടുക്കുന്ന ആയമാരുടെ ശമ്പളം പോലും നൽകാതെ ഈ സർക്കാർ അടിമുടി വഞ്ചന സർക്കാരെ, അടിമുടി ജനങ്ങളെ ദ്രോഹിക്കുന്ന സർക്കാരെ മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം മുന്നോട്ട് ചെല്ലും തോറും ടാക്സ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, സപ്ലൈകോയിൽ യാതൊരു സാധനങ്ങളും ഇല്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപകമായിട്ടുള്ള ലഹരി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. MDMA, ചരസും കഞ്ചാവും ഒക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു.
കേരളത്തിൽ ഒരു മന്ത്രി തന്നെ പറയുന്നു എന്റെ സ്വന്തം നാടായ പാമ്പാടിയിൽ ചെന്ന് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കിലോ കണക്കിന് കഞ്ചാവ് ലഭിക്കുമെന്ന്. എന്നിട്ട് അതൊന്ന് അന്വേഷിക്കാനോ ഒന്ന് തിരിഞ്ഞു നോക്കുവാനോ പോലും കഴിയാതെ VN വാസവൻ എന്ന നരാധമനായ മന്ത്രി ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കഴിയുന്നില്ല. സ്വന്തം നാട്ടിൽ കിലോ കണക്കിന് കഞ്ചാവ് ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് ആ നാട്ടിൽ തന്നെ സ്വന്തം വീടിരിക്കുന്ന സ്ഥലത്ത് തന്നെ പോലീസ് സ്റ്റേഷനുണ്ട്, എക്സൈസ് വകുപ്പുണ്ട്. എന്നിട്ടൊന്നും ഇവർക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. സ്റ്റേജിൽ കയറി വലിയ വായിൽ വർത്താനം പറയാൻ മാത്രം ഇയാളെ കൊണ്ട് കഴിയത്തുള്ളൂ. കേരള സംസ്ഥാനത്താകമാനം MDMA ചരസും കഞ്ചാവ് വ്യാപകമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ ഈ സർക്കാരിനെ കൊണ്ട് കഴിയുന്നില്ല. ഇതിനെ തടയുവാനോ ഈ കഞ്ചാവിന്റെ ഒഴുക്കിനെ നിർത്തുവാനോ ഈ സർക്കാരിനെ കൊണ്ടാവുന്നില്ല. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത സർക്കാരായി മാറിയിരിക്കുന്നു. കേരളത്തിലെ യുവതലമുറയുടെ ഭാവി നശിപ്പിച്ച ഒരു സർക്കാരായിരിക്കുന്നു. ആയിരക്കണക്കിന് പുതുതലമുറ വിദേശ രാജ്യങ്ങളിലേക്ക് കയറി പോകുന്നു. അവരവിടെ സെറ്റിലായി പോകുന്നു. അവരൊരിക്കലും തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ കേരളം വിട്ട് അവർ പോകുന്നു. കേരളത്തിലേക്ക് മറ്റു വരുമാനങ്ങളൊന്നും തന്നെ വരാനുമില്ല. കേരളം മുടിച്ച് മുണ്ടക്കോലെടുത്ത് നശിച്ച് താറുമാറായിരിക്കുന്നു. റോഡ് മുഴുവൻ നശിച്ചു കിടക്കുന്നു. ഒരൊറ്റ വഴിയില്ല നല്ലത്. സർക്കാരിന്റെ സ്ഥാപനങ്ങളെല്ലാം കുത്തഴിഞ്ഞു കിടക്കുന്നു. ഒരു വില്ലേജ് ഓഫീസോ അങ്ങനെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾ കയറി ചെന്നാൽ ഒരു കാര്യം നടക്കുവാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. സർക്കാരിന്റെ സ്ഥാപനങ്ങൾ മുഴുവൻ കുത്തഴിഞ്ഞ നിലയിൽ ആയിരിക്കുന്നു. എന്നിട്ട് ഇതൊന്നും തിരിഞ്ഞു നോക്കാതെ ധൂർത്തടിച്ച് ആർഭാടം കാണിച്ച് ആഘോഷം നടത്തി ജീവിക്കുന്ന പിണറായി വിജയൻ സ്വന്തം മകൾക്കെതിരെ SFI നടത്തിയ കേന്ദ്ര ഏജൻസി നടത്തിയ ആ റിപ്പോർട്ട്, അതിൽ ആദ്യ സമയങ്ങളിലൊക്കെ ഈ മുഖ്യമന്ത്രി ഭയപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അയാൾക്ക് യാതൊരു ഭയവുമില്ല. ഭയം ഉണ്ടായിരുന്നു എങ്കിൽ അയാൾ ഇപ്പോൾ 100 കോടി രൂപ മുടക്കിക്കൊണ്ട് ഇത്രയും ഒരു ധൂർത്ത് നടത്തത്തില്ലായിരുന്നു. അപ്പോൾ അയാളുടെ മകളെ അറസ്റ്റ് ചെയ്യത്തില്ല എന്ന കൃത്യമായിട്ടുള്ള വിവരം അയാൾക്ക് ലഭിച്ചു. അയാൾക്ക് കൃത്യമായ ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അയാൾ ഉറപ്പായിട്ട് ഇപ്പം ഒരു ധൂർത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കത്തില്ലായിരുന്നു. അപ്പോൾ BJPയും CPIയും BJPയും പിണറായി വിജയനും തമ്മിൽ ഉണ്ടായിരിക്കുന്ന അന്തർധാര, അവർ തമ്മിൽ നടന്നിരിക്കുന്ന സെറ്റിൽമെന്റുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? നാളെയുടെ കേരളത്തിന്റെ ശിരസിറക്കുന്നതിന് വേണ്ടി, കേരളം നശിപ്പിക്കുന്നതിന് വേണ്ടി, കേരളം കുട്ടിച്ചോറാക്കുന്നതിന് വേണ്ടി, കേരളത്തെ BJPക്ക് മുമ്പിൽ കൂട്ടിക്കൊടുക്കുന്ന പരിപാടിയാണ് പിണറായി വിജയൻ ഇപ്പോൾ കാണിക്കുന്നത്. അല്ല എങ്കിൽ മകൾക്കെതിരെ ഇത്രയും വലിയ ഗുരുതരമായ ആരോപണങ്ങൾ വന്ന സ്ഥിതിക്ക് പോലും പിണറായി വിജയൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ മുതിരത്തില്ലായിരുന്നു. പക്ഷെങ്കിൽ പിണറായി വിജയൻ ഹാപ്പിയാണ്. അയാൾ വളരെ സന്തോഷവാനാണ്. അയാൾക്ക് പേടിക്കാനില്ല, അയാൾക്ക് ഭയക്കേണ്ട ആവശ്യവുമില്ല. അയാളെ ആരും ഒന്നും ചെയ്യത്തില്ല. മോദി ചെയ്യത്തില്ല, അമിത്ഷാ ചെയ്യത്തില്ല, കേന്ദ്ര ഏജൻസികൾ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യത്തില്ല പിണറായി വിജയനെ. കാരണം പിണറായി വിജയനും ഇവരും ഭായിയാണ്. കേരളത്തിലെ പാവപ്പെട്ടവരായ ജനങ്ങളെ പെരുവഴിയിൽ ഇറക്കി വിടുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇത്രയും അഹങ്കാരവും ഇത്രയും ധൂർത്തും കാണിക്കുന്ന ഈ പിണറായി വിജയനെയും ഈ ഇടതു മുന്നണിയെയും CPMനെയും നാളുകളിൽ കേരളം അധികാരത്തിൽ കയറ്റരുത്.